പത്മവിലാസം അപ്പർ പ്രൈമറി സ്കൂളിൽ വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രം ട്രസ്റ്റ് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു. 7 പതിറ്റാണ്ടു മുമ്പ് പേരേത്ത് പത്മവിലാസത്തിൽ കെ പത്മനാഭൻ നേതൃത്വം നൽകി 1953 ജൂൺ 1 തിരുക്കൊച്ചി മുഖ്യമന്ത്രി സി കേശവൻ ഭദ്രദീപം തെളിച്ച് തുടക്കം കുറിച്ച പത്മവിലാസം അപ്പർ പ്രൈമറി സ്കൂൾ 2007 വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രം ട്രസ്റ്റ് ഏറ്റെടുത്തു നടത്തുന്നതിന്റെ ഭാഗമായി സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് ട്രസ്റ്റ് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചത്. ഏറ്റവും സജീവമായി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത നേതാക്കന്മാരിൽപ്പെട്ടവരാണ് സി കേശവൻ. അവരുടെ തലമുറ, അതേപോലെ നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലെ ഉപദിഷ്ടുക്കളായ സാമൂഹ്യ നവോത്ഥാന നായകരായ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് നമ്മുടെ നാടിന്റെ ദിശ ഈ തരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തനം നടത്തിയത്. ഇരവിപുരം എം.എൽ.എ. എം. നൌഷാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ. ചിഞ്ചുറാണി സമ്മേളന ഉദ്ഘാടനവും ആദരവും നടത്തി. എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. മുഖ്യപ്രഭാഷണം നടത്തി. ട്രസ്റ്റ് ചെയർമാൻ എസ്. ഗോപാലകൃഷ്ണൻ ഉപകാര സമർപ്പണം നടത്തി. മുൻ മാനേജ്മെന്റ് അംഗം പി. ആനന്ദദാസൻ, കോൺട്രാക്ടർ എസ്. സുധീഷ് തുടങ്ങിയവർ ഉപഹാരങ്ങൾ സ്വീകരിച്ചു. സ്കൂൾ മാനേജർ അനീഷ് കുമാർ, തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി.എസ്. സിന്ധു, വൈസ് പ്രസിഡന്റ് എസ്. ശിവകുമാർ, മയ്യനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ. ജവാദ് റഹ്മാൻ, വാർഡംഗം കബീർകുട്ടി പുത്തേഴം, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ റോസമ്മ രാജൻ, PTA പ്രസിഡന്റ് സുധീർ പുളിവിള തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.